നമസ്കാരം. കുറച്ച് നാളായി നമ്മൾ ബിസ്ക്കറ്റ് റെസിപ്പീസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ചെയ്യുന്ന ബിസ്ക്കറ്റ് നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുകയോ സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്തെടുക്കുകയല്ല ചെയ്യുന്നത്, എണ്ണയിൽ വറുത്തെടുക്കാൻ പറ്റുന്ന ഒരു ബിസ്ക്കറ്റാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് ഗോതമ്പ് പൊടി ഇരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു 10 മിനിറ്റിനും താഴെ മതി ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കാൻ. ഇതുണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്താൽ അപ്പോൾ തന്നെ അത് തീരും. അത്രയ്ക്കും ക്രിസ്പിയാണ്, പെട്ടെന്ന് അവർക്ക് ഇഷ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത് ആദ്യം നമ്മൾ വറുത്ത് കോരുമ്പോൾ നമുക്ക് തണുത്തിരിക്കുന്ന മാതിരി തോന്നും. ഇത് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ ഇത് എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ബിസ്ക്കറ്റ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പാത്രത്തിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എൻ്റെ 250 ml കപ്പാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്താൽ മതി. ഇനി ചേർക്കുന്നത് എള്ളാണ്. കറുത്ത എള്ള് 1 ടേബിൾ സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡയും ഉപ്പൊക്കെ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിലാണ് വേണ്ടത്. ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ചേർക്കാം. ഞാനിപ്പോൾ നെയ്യാണ് എടുത്തിരിക്കുന്നത്. ഉരുക്കി ഇത്തിരി ചൂടോടുകൂടി വേണം ചേർക്കാനായിട്ട്. ഓയിലാണെങ്കിൽ നിങ്ങൾക്ക് നിലക്കടല, ഗ്രൗണ്ട് നട്ട് ഓയിൽ അല്ലെങ്കിൽ എള്ളെണ്ണ, ഇത് രണ്ടുമാണ് ആരോഗ്യത്തിന് നല്ലത്. അതേതെങ്കിലും ചേർക്കാണ് നല്ലത്. ഇതിപ്പോൾ ഞാൻ നെയ്യാണ് ഉരുക്കിയെടുത്തതാണ്. 4 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കണം. ഇത് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കാം. ആദ്യം കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാം. 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ച് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. സാധാരണ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ്, ചൂടുവെള്ളമൊന്നും വേണ്ട. ഒരു ടേബിൾ സ്പൂണും കൂടി ചേർത്തു. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായി കുഴച്ചെടുക്കണം. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കാം. ഇപ്പോൾ ഇത് 10 മിനിറ്റ് കഴിയട്ടെ. 10 മിനിറ്റ് ആയി മാവ് നമ്മൾ വെച്ചിട്ട് അപ്പോൾ ഇതെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കാം വീണ്ടും. ഇനി ഇതിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം. ഇനി ഇത് ചപ്പാത്തിക്ക് കുഴക്കുന്ന വരെ നമുക്ക് കുഴച്ചെടുക്കാം. പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അധികം കട്ടിയല്ല, അധികം കട്ടി കുറവല്ല, അങ്ങനെ വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. ഈ ഒരു കട്ടിയിൽ ഞാൻ പരത്തിയെടുത്തു. അധികം കട്ടിയില്ല, അധികം കട്ടി കുറവല്ലാണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ കുപ്പിയുടെ അടപ്പുകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാൻ ഇതുപോലെ സ്പൂണ് വെച്ചിട്ടാണ് യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം, കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കുറച്ച് മാത്രം ഇല്ലേ ഈ ഒരു ഷേപ്പിൽ കിട്ടും. നമുക്ക് വേണമെങ്കിൽ കുപ്പിയുടെ മരുന്നിൻ്റെ കുപ്പിയുടെ അടപ്പോ അങ്ങനെ എന്തെങ്കിലും അടപ്പ് വെച്ചിട്ട് ചെയ്തെടുക്കാം. ബിസ്ക്കറ്റിനുള്ളതെല്ലാം ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത്രയാണ് കിട്ടിയത് 1 കപ്പ് ഗോതമ്പ് പൊടിയിൽ നിന്ന്. ഇനി നമ്മളിത് ബേക്ക് ചെയ്തെടുക്കല്ല, വറുത്തെടുക്കാൻ പോവാണ് എണ്ണയിൽ. വറുത്തെടുക്കാനായിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഇതിലെടുത്ത് ഇടുന്നതായിരിക്കും കുറച്ചും കൂടി ഈസി.
ഇത്രയും എണ്ണ ചൂടായിട്ട് ശേഷം വേണം നമ്മളിങ്ങനെ കോരിയിടാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് കിട്ടും. ഇത് ബ്രൗൺ കളറായി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ കളറാവുമ്പോൾ നമ്മളിത് എണ്ണയിൽ നിന്ന് എടുക്കണം. അധികം ബ്രൗൺ ആവാൻ നിൽക്കണ്ട. ഒരു ഇളം ലൈറ്റ് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ, അധികം എരിവ് വേണ്ടാത്തവർക്കാണെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുക്കാം. ഇനിയിപ്പോൾ വലിയവർക്ക് കഴിക്കാനാണ് കുറച്ച് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്തത്. ഇനി ഇതിലേക്ക് ചാറ്റ് മസാല കുറച്ച് ചേർക്കാം. ഇതുപോലെ ചേർത്തിട്ട് ഒന്ന് വെറുതെ മിക്സ് ചെയ്തെടുക്കാം. വീട്ടിൽ ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ സ്നാക്കായിട്ട് പെട്ടെന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. കുറച്ച് ദിവസം കേടാവാതെ ഇരുന്നോളും. ഇപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം എന്നെ അറിയിക്കും. താങ്ക് യു.